ബൈസൺ കാളമാടൻ മാരി ശെൽവരാജ് സംവിധാനം ചെയ്ത് ധ്രുവ് വിക്രം നായകനായിട്ട് വന്ന ഈ തമിഴ് സോഷ്യോ പൊളിറ്റിക്കൽ സ്പോർട്സ് ഡ്രാമ സിനിമയെ കുറിച്ചാണ് ഇന്ന്. കിട്ടാൻ എന്ന കബഡി കളിക്കാരന്റെ കഥയാണിത്. നെല്ലായി എന്ന സ്ഥലത്തെ ഉയർന്ന ജാതിക്കാരുടെയും താഴ്ന്ന ജാതിക്കാരുടെയും വൈരത്തിനിടയിൽ പെട്ടുപോയ കിട്ടാന്റെയും അവന്റെ സ്വപ്നങ്ങളുടെയും കഥയാണ് ബൈസൺ. 1993 ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടിവിയിലെ കാഴ്ചകൾ കാണിച്ചുകൊണ്ടാണ് സിനിമ ആരംഭിക്കുന്നത്. അവിടുന്ന് അങ്ങോട്ട് നായകൻ കിട്ടാന്റെ കറുപ്പും വെള്ളയും കലർന്ന ജീവിതവും അത് എങ്ങനെ കളർഫുള്ളായി മാറുന്നു എന്നതുമാണ് സിനിമ പറയുന്നത്. അല്പം റെസ്പെക്റ്റിന് വേണ്ടി, ഇക്വാലിറ്റിക്ക് വേണ്ടി, മാനുഷികതയ്ക്ക് വേണ്ടിയുള്ള കുറച്ച് മനുഷ്യരുടെ പോരാട്ടമാണ് ഈ സിനിമ എന്നും പറയാം. പതിവ് പോലെ കാലിക പ്രസക്തമായിട്ടുള്ള സാമൂഹ്യ വിഷയം തന്നെയാണ് മാരി ശെൽവരാജ് ഈ സിനിമയിലും തെരഞ്ഞെടുത്തിട്ടുള്ളത്. രണ്ട് ജാതിക്കാർ തമ്മിലുള്ള ഫൈറ്റിന്റെ കഥയാണെങ്കിലും ഈ രണ്ട് ഗ്രൂപ്പിലും നല്ലവരുണ്ടെന്നും സാഹചര്യമാണ് അവരെ വയലൻസിലേക്ക് കൊണ്ടെത്തിക്കുന്നതെന്നും പടം പറഞ്ഞു വെക്കുന്നുണ്ട്. നമ്മൾ വില്ലൻ എന്ന് ധരിക്കുന്ന ഒരു കഥാപാത്രത്തിൽ നിന്നും നായകന് ചുറ്റുമുള്ള മനുഷ്യരിൽ നഷ്ടപ്പെട്ട വിശ്വാസമൊക്കെ വീണ്ടും കൊണ്ടുവരുന്ന സീനൊക്കെ ഭയങ്കര രസമായിട്ടാണ് ഒരുക്കിയിട്ടുള്ളത്. കഥാപാത്രങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷണൽ കണക്ഷനും നമുക്ക് തോന്നുന്ന ഒരു സിനിമയാണ്. അതാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ്. മികച്ച സ്ക്രിപ്റ്റ് തന്നെ. 3 മണിക്കൂറോളം ലെങ്ത് ഉണ്ടെങ്കിലും അങ്ങനെ മുഷിപ്പിക്കാതെ പോകുന്ന കഥ പറച്ചിൽ സ്റ്റൈലുമാണ് പടത്തിലുള്ളത്. വളരെ എൻഗേജിംഗ് ആണ്. കഥ ഹീറോയെ മാത്രം ചുറ്റിക്കറങ്ങാതെ ബാക്കി കഥാപാത്രങ്ങൾക്കും നല്ല പ്രാധാന്യം കൊടുത്തതും അഭിനയിച്ചവരുടെ എല്ലാം മികച്ച പെർഫോമൻസും പടത്തിന്റെ പോസിറ്റീവ്സ് തന്നെയാണ്. നായകൻ കിട്ടാനായി ധ്രുവ് വിക്രം ഗംഭീര പ്രകടനം തന്നെയായിരുന്നു. പുള്ളി ഒരു പക്കാ ഹീറോ മെറ്റീരിയൽ ആണ്. മികച്ച ഫിസിക് ഒപ്പം തന്നെ നല്ല എക്സ്പ്രഷനും ഒക്കെ കൊണ്ട് ധ്രുവ് വിക്രം ആ ക്യാരക്ടർ കിടലിനാക്കിയിട്ടുണ്ട്. ഇപ്പം ഡയലോഗുകളൊക്കെ കുറവാണെങ്കിലും ശരീരഭാഷ കൊണ്ട് ആ ക്യാരക്ടർ ഒരുപാട് സംസാരിക്കുന്നുള്ളതായിട്ട് നമുക്ക് മനസ്സിലാകും. ധ്രുവ് ഈ കഥാപാത്രത്തിന് വേണ്ടി എന്തുമാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന്റെ റിസൾട്ട് സിനിമയിൽ കാണാനുമുണ്ട്. അച്ഛനായിട്ട് വന്ന പശുപതിയുടെ പ്രകടനവും ഗംഭീരമാണ്. പുള്ളിയുടെ നിസ്സഹായതയും ദേഷ്യവും ഒപ്പം മകനോടുള്ള സ്നേഹവും ഒക്കെ അതിമനോഹരമായിട്ട് തന്നെ വളരെ റിയലിസ്റ്റിക് ആയിട്ട് തന്നെ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇവരിൽ രണ്ടുപേരിൽ ആർക്കെങ്കിലും ഏതെങ്കിലും ഒക്കെ അവാർഡ് കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കണ്ടറിയാം. ചേച്ചി രാജിയായിട്ട് വന്ന രജിഷ വിജയനും ശക്തമായിട്ടുള്ള ഒരു കഥാപാത്രമാണ് കിട്ടിയിട്ടുള്ളത്. ടച്ചിങ് ആയിട്ടുള്ള ഒരു റോളാണത്. കിടുവായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഡബ്ബിംഗ് മാത്രം എനിക്ക് തോന്നുന്നു രവീണ രവിയാണ് ശബ്ദം കൊടുത്തിരിക്കുന്നത്. ശബ്ദം അത്ര ചേരുന്നില്ലാത്തതായിട്ടാണ് തോന്നിയത്. ലാലിന്റെ വേഷവും മികച്ചത് തന്നെയാണ്. രജിഷയുടെ കാര്യം പോലെ ഇവരുടെയൊക്കെ മലയാളത്തിൽ ഒറിജിനൽ ശബ്ദം നമുക്ക് അറിയാവുന്നതുകൊണ്ട് മറ്റൊരാൾ ഇവർക്ക് വേണ്ടി ഡബ് ചെയ്യുമ്പോൾ അതൊരു ഏച്ച് കട്ടലായിട്ട് ഫീൽ ചെയ്തായിരുന്നു. ലാലിന്റെ ഡബിംഗ് ആണ് തമ്മിൽ ഭേദമായിട്ട് തോന്നിയത്. സ്ക്രീൻ സ്പേസ് കുറവാണെങ്കിലും അനുപമ പരമേശ്വരന്റെ റാണി എന്ന ക്യാരക്ടറും മികച്ചു തന്നെ നിന്നു. അവരുടെ പ്രണയം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെയാണ് ഈ പടത്തിൽ കാണിച്ചിരിക്കുന്നത്. വല്ലാത്തൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് തോന്നുന്ന ഈ ഒരു റോളിലൂടെ തമിഴ് പ്രേക്ഷകർക്ക് അനുപമയെ കൂടുതൽ ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണമായിരിക്കും ഈ പടം എന്ന് ഞാൻ വിചാരിക്കുന്നു. പാണ്ഡ്യരാജനായിട്ട് വന്ന അമീറിന്റെ റോളും കൊള്ളാം. ഇപ്പം അമീറിന്റെ ആണെങ്കിലും ലാലിന്റെ ആണെങ്കിലും രണ്ടുപേരും ജാതി മൂലമുള്ള വിവേചനത്തെ ഉള്ളാലെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നതൊക്കെ മനോഹരമായിട്ട് തന്നെ സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. PT ടീച്ചറായിട്ട് വന്ന അരുവി മദൻ ഉൾപ്പെടെ എല്ലാ ക്യാരക്ടേഴ്സിനും വ്യക്തിത്വമുള്ളതും സ്ട്രോങ് ആയിട്ടുള്ളതുമാണ് എന്നുള്ളത് സിനിമയുടെ പോസിറ്റീവ് ആണ്. ടെക്നിക്കൽ സൈഡ് നോക്കുകയാണെങ്കിൽ 7 അരസിന്റെ ഫ്രെയിംസ് മികച്ചതാണ്. ശക്തി തിരുവിന്റെ എഡിറ്റിംഗ് കൊള്ളാം. പക്ഷെ പടം കുറച്ചുകൂടി ഒന്ന് ക്രിസ്പ് ആക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. നിവാസ് കെ പ്രസന്നയുടെ പശ്ചാത്തല സംഗീതം പടത്തെ നന്നായിട്ട് എലവേറ്റ് ചെയ്യുന്നുണ്ട്. ഗംഭീരമാണ്. പക്ഷെ പാട്ടുകൾ മികച്ചതാണെങ്കിൽ കൂടിയും എണ്ണം കുറച്ച് കൂടുതലായിട്ട് ഉള്ളതുപോലെ എനിക്ക് തോന്നി. 1990-93 കാലഘട്ടമാണ് പടത്തിൽ കാണിക്കുന്നത്. പ്രൊഡക്ഷൻ വർക്കൊക്കെ നൈസ് ആയിട്ടുണ്ടായിരുന്നു. ഡീറ്റെയിലിംഗിലൊക്കെ അവർ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. സംവിധായകൻ തന്നെയാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്. പടത്തിന്റെ ലെങ്ത് കുറച്ച് കൂടുതൽ ആണ് എന്നുള്ളതാണ് ഇതിന്റെ ഒരു മെയിൻ നെഗറ്റീവ് ആയിട്ട് എനിക്ക് തോന്നിയത്. രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള അടിയാണെങ്കിലും ഒരു പരിധി കഴിഞ്ഞപ്പോഴേക്കും വളരെ ആവർത്തന വിരസത ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ഇവരുടെ ഈ ഫൈറ്റ് കൊണ്ട് മാത്രം. ഇതിനൊരു അന്ത്യമില്ല എന്ന മട്ടിൽ ഇതിങ്ങനെ നീണ്ടു പോകുന്ന പോലെ തോന്നി. അതും ഞാൻ ഈ പറഞ്ഞ പോലെ പാട്ടുകളുടെ എണ്ണമൊക്കെ കുറച്ചിരുന്നെങ്കിൽ, കുറച്ചുകൂടി ഫാസ്റ്റ് പേസ് ആയിട്ട് പറയുകയായിരുന്നെങ്കിൽ പടം ഒന്നുകൂടി ബെറ്റർ ആയെന്ന് തോന്നി. പിന്നെ നമുക്കറിയാത്ത, നമ്മൾ കണ്ടിട്ടില്ലാത്ത, അങ്ങനെ ഭയങ്കര പുതുമയുള്ള സബ്ജക്റ്റ് ഒന്നുമല്ല. എന്താണ് നടക്കുക, എങ്ങനെയായിരിക്കും ക്ലൈമാക്സ് എന്നൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. സോ ആകമൊത്തം ടോട്ടലിൽ ഒരു മികച്ച സാമൂഹിക പ്രസക്തിയുള്ള ഒരു സ്പോർട്സ് ഡ്രാമയാണ് ബൈസൺ കാളമാടൻ. തമിഴ് പ്രേക്ഷകർക്ക് വളരെ റിലേറ്റബിൾ ആയിട്ട് ഒരുക്കിയിരിക്കുന്ന വളരെ റൂട്ടഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. നമുക്കും അത് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് പടം അവതരിപ്പിച്ചിരിക്കുന്നത്. സ്ട്രോങ് ഇമോഷൻസ് പടം നൽകുകയും ചെയ്യുന്നുണ്ട്. എനിക്ക് പേഴ്സണലി പടം ഇഷ്ടപ്പെട്ടു. തിയേറ്ററുകളിൽ നിങ്ങൾക്ക് ഈ സിനിമ കാണാൻ പറ്റും. 2 മണിക്കൂർ 48 മിനിറ്റ് ആണ് റൺ ടൈം. 18+ ഒന്നുമല്ല. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി എന്നാ.